മന്ത്രിയുടെ പി ആണ് സംസാരിക്കുന്നത്. ആരാണ്? ഡൽഹിയിൽ നിന്ന് ശിവകുമാറാന്ന് പറഞ്ഞാൽ മതി, ചെന്നെ കണ്ട് മനസ്സിലായിക്കോളും. സർ, ഡൽഹിയിൽ നിന്ന് ഒരു കോളുണ്ട്. ശിവകുമാറാണ്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഹലോ സാർ, ഒരു പേഴ്സണൽ വിഷയം സംസാരിക്കാനായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സാറിന്റെ മോനായിട്ട് നമ്മുടെ കുറച്ച് പിള്ളേർക്ക് ചെറിയൊരു ഇഷ്യൂ. ചെറിയ ഇഷ്യൂ വെച്ചേക്കില്ല. ഞാൻ ഒന്നിനും വെക്കോ വെക്കാതിരിക്കൊക്കെ സാറിന്റെ ഇഷ്ടം. പക്ഷേ ഇത് സാറിനെ കൊടുക്കാനുള്ള ഒരു ട്രാപ്പാണത്. നീ ആരാണ് ചേട്ടൻ അത് സംസാരിക്കാൻ? മന്ത്രി തോമാച്ചിന്റെ തനിക്കോണം അറിയത്തില്ല നിനക്കൊന്നും. ആ ചെറുക്കനെ കിട്ടിയില്ലെങ്കിലേ. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളതേ, ചെക്കന്റെ വീട് കായംകുളത്താ. ആ കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്ക് ഭാഗത്ത്. ഹലോ 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 ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഹലോ ഹലോ. അണ്ണാ എന്തിനാ കട്ട് ചെയ്ത്? കട്ടാക്കിതല്ലടാ, ഒരു ചൂണ്ടിട്ടതാ. ഈ ചൂണ്ടിലേക്കാൾ കൊത്തോണ്ണ. കൊത്തും. കൊത്തുമായിരിക്കുമല്ലേ? കൊത്തണമല്ലോ. കൊത്തുമല്ലേ? നോക്കടാ. ചായ വേണ്ട, ഇപ്പൊ ടീ ടൈം അല്ല. ത്രിപാഠി ഉമ്മൻചാണ്ടിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും പേടിക്കണ്ട. ഇനി പണ്ണന്റെ പ്ലാൻ ഏറ്റില്ലെങ്കിൽ ഞാനും ഒരു ലോക്കിട്ടുണ്ട്. ലച്ചു ടേക്ക് കേട്ടാ. ചെല്ലട്ടെ. ശരി. എന്തായി കുത്തിയ? നീ എന്ത് ലോക്കായിട്ടത്? അത് ഈ ഡോറിന്റെ ലോക്കിട്ട് കാര്യം പറഞ്ഞാണ്. ചുമ്മാ ഷോ. അണ്ണാ കുത്തിയ? ഞാൻ പറഞ്ഞില്ല കൊത്തന്റെ അവിടെ പറഞ്ഞു. ഹലോ, ആരാണ്? ഞാനാണ്. ഞാനോ? ഏത് ഞാൻ? ഞാൻ അറിയാവുന്ന ഒരു ഞാനേ ഉള്ളൂ. ഞാനാണ്. ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ എന്ന് പറയുമ്പോ ഞാൻ അറിയാത്തൊരു ഞാൻ. ഏത് ഞാനാണ് ഞാൻ? ഞാൻ ചോദിച്ച കേട്ടില്ല. ആരാണ് ഞാൻ? അല്ലെങ്കിൽ ഞാനായിരിക്കും ഞാൻ. ആരാണ്? ഞാൻ മന്ത്രി തോമസ് ചെന്നക്കാടൻ. അയ്യോ, സോറി സാറേ, ഫോൺ കട്ടായി പോയതാണ്ട് സാറേ. സാറേ, ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാലേ, ആ ചെറുക്കനെ വെറുതെ പഞ്ഞിക്കിട്ട അത് സാറിന് പാരയാവത്തുള്ളൂ. അല്ല, ഈ ചാനലാരാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വായും മുടിച്ചിരിക്കണേ. ആ പയ്യനൊന്നും ചേരുന്നു വിളിച്ചു പറ. ഉടനെ പറ. ഓക്കെ സർ. പിന്നെ പോരുമ്പോ ഇവിടെ തലമ്പൊക്കൊന്ന് സെറ്റിലാക്കാൻ ഒരു പച്ചക്കറി കൂടിൽ 50,000 രൂപ കൊടുത്ത് എങ്ങനെ വേണ്ടെന്ന് പറയാ. വരേണ്ട സ്ഥലം ഞാൻ മെസ്സേജ് ചെയ്യാം സാറേ. എന്തായി? ശരിയാവും, ശരിയാവേണ്ടതാണ്. പിന്നെ പണത്തിന് മീതെ ഒരു പക്ഷിയും പറക്കില്ലെന്നാണല്ലോ. പരുന്ത് പിന്നെ പക്ഷിയല്ലാണ്ട് മീനാണ്. സീരിയസ് ആയിട്ട് കാര്യം സോറി, പൈസ കുറച്ച് പൊട്ടിക്കേണ്ടി വന്നു. ലക്ഷങ്ങളിൽ കുറഞ്ഞൊരു ഏർപ്പാട് അവർക്കില്ലെന്നേ. അല്ല, അത് പ്രശ്നമാക്കണ്ട. എക്സ്പെൻസ് എത്രയാന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെ. എന്താ ലക്ഷ്മി, എന്താണിത്? നിങ്ങളുടെ പ്രശ്നം എന്റെ പ്രശ്നമല്ലേ? ഗാർസിയ ഗബ്രിയൽ ഡി ഫെർണാണ്ടസിന്റെ ബുക്സ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിലെന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയാവോ? ഇവരൊന്നും വായിച്ചല്ല, അണ്ണങ്ങട് പറഞ്ഞു കൊടുക്കണേ. ഒട്ടനെ അത് മിക്കവാറും തോന്നിക്കൊള്ളും പട്ടി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ, ഒരുപാട് തിങ്സ്. ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കണോ അതോ നമ്മുടെ ഈ പ്രശ്നത്തിൽ ഇടപെടണോ? എന്നാലും പണത്തിന്റെ ഒക്കെ ത്രാസിലിട്ടാണല്ലോ നിങ്ങൾ എന്റെ സ്നേഹത്തിന് വില കൽപ്പിച്ചത്. ഐ ഫീൽ സോ സാഡ്, യു നോ. നരൻ, സോറി, ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്. ഒന്നും ഉദ്ദേശിക്കരുത് അഞ്ജു, ഉദ്ദേശിച്ച് പറയരുത്. സൗഹൃദത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ, അറിയോ? സോറി 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 സോറി. ഇറ്റ്സ് ഓക്കേ. ലീവ് ഇറ്റ് ബേബി, ലീവ് ഇറ്റ്. എന്റെ സോറി, ഞാൻ മോതിരം ഒരിടത്തു. അല്ല, അറിയാണ്ട് ഊരി പോന്നു. എന്താണിത്? അത് വാക്കുര വിട്ടതാ. എന്തിന്? അല്ല, മോതിരം മാറ്റല്ലേ? അതൊക്കെ പിന്നെ മുഹൂർത്ത സമയം നോക്കിയിട്ട്. നോൺസെൻസ്. സോറി, ലീവ് ഇറ്റ് ബേബി. നമ്മുടെ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. പരിക്കൊന്നും പറ്റാതെ ഫൈസൽ ഇതിനകത്ത് വന്നാലേ നമുക്ക് ആശ്വസിക്കാൻ പറ്റൂ. എന്തായാലും നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. ഞാൻ സേറ്റുഭായിയോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇവരെ കൊണ്ട് അകത്തിരുത്ത്, ഞാൻ ഇവിടെ ഉണ്ടാവും. പെട്ടെന്നാവട്ടെ, ആരും പേടിക്കണ്ട. ചെന്നക്കാണ്ട് പോരും. ലച്ചു ടേക്ക് കെയർ ട്ടാ. ഇനി ടെൻഷൻ അടിച്ചോലെ ആക്ട് ചെയ്യണ അവന്മാരെല്ലാരും അവത്താണ്. ഇത് ആക്ടിംഗ് ഒന്നല്ലടാ, ഒറിജിനൽ ടെൻഷനാണ്. ആണ് ചുമ്മാ ബി പി വിട്ടാണ്ട് വെറുതെ ഇതിനകത്ത് ഏതെങ്കിലും വരല് തൊട്ടെ. ഇതിനകത്ത് ഏതെങ്കിലും വരല് തൊട് തൊട്ടോ. ഒന്നുകൂടെ പേടിക്കണ്ട, അവന്മാര് 10 പൈസ കൂട്ടി ഇങ്ങോട്ട് വരും. അത് നിനക്ക് എങ്ങനെ അറിയാം? അണ്ണന്റെ ബെസ്റ്റ് ടൈമിലാണ്, അതുകൊണ്ടല്ല അണ്ണൻ ഈ വരലെ തന്നെ തൊട്ടത്. മറ്റേ വരലാണ് ഞാൻ നേരത്തെ മൂക്കിലിട്ടത്. ഫൈസലകത്തേക്കല്ലേ പിള്ളേരോടെ കാത്തിക്കണം. മിനിസ്റ്ററിന് ജോണിനെ കാണണമെന്ന് പറഞ്ഞു. ജോണിനെ ഞാൻ കാണിച്ചു കൊടുത്തോളാം. ധൈര്യട്ടിരിക്കുക, ഞാൻ ഡീൽ ചെയ്തോളാം. നമസ്കാരം സാർ, ഞാനാണ് ജോൺ. പ്ലീസ് വരൂ. സാർ ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത്. മന്ത്രി ഏതുകൊണ്ട് ചെക്കും പേടിക്കണ്ട. 2 ഊത്ത് സാറേ, നമുക്ക് അടിച്ചോട്ട് സംസാരിക്കുന്നത്. ലെറ്റ്സ് എൻജോയ്. ജോയെ തുടങ്ങിക്കോടാ. അയ്യോ, ഇതിന്റെയൊക്കെ നന്ദി ഉണ്ടാവണേ. ഈ കൃഷ്ണപുരം കൊട്ടാരം അടിക്ക് ഇത്രയും സാധ്യതയുള്ള സ്ഥലമാണോ? ഭാഗ്യത്തിനാരും കണ്ടില്ല.
എടാ ആൻ്റപ്പാ, ഏത് തെണ്ടിയാണ് ഞാനടാ തണ്ടി. എന്നിട്ട് ഗേറ്റ് കടച്ചല്ലോ. അവരൊക്കെ എവിടെയാടാ? അവരൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടണ, അല്ലാണ്ട് എന്റെ മീറ്റിംഗ് ഇത്ര വിട്ടെന്ന് കഴിഞ്ഞാ. ഡയലോഗ് വളരെ കുറവായിരുന്നു. ഞാൻ പറഞ്ഞില്ല അണ്ണന്റെ ടൈം ബെസ്റ്റ് ടൈം ആണെന്ന്. നീ ആ മൂക്കിലിടാത്ത മറ്റേ വരലല്ലേ, അതൊന്ന് കാണിച്ചേ. അയ്യോ അത് അണ്ണ, ഞാനതേ അണ്ണൻ പോയ ഗ്യാപ്പിൽ ചെറുതായിട്ട് അതൊന്ന് മൂക്കിലിട്ടായിരുന്നു. അത് കുഴപ്പമില്ലടാ, നിന്റെ രാശുള്ള വരല് ഇതല്ലേ. ഒരാശം ഇട്ടായിരുന്നു. ക്ലോസ് ചെയ്തു. ആന്റണി, ഈ കേസ് ഒന്ന് നോക്കിക്കേ. കുഴപ്പമില്ലോടാ. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേ? സ്കൂട്ടറിന് എവിടെയാടാ സീറ്റ് ബെൽറ്റ്? പിന്നെന്താ? ചേട്ടാ നമ്മൾ കള്ളുടിച്ചിട്ടില്ലേ? ഊതിപ്പിക്കൂടാ. അണ്ണൊരു കാര്യം ചെയ്യ്, അണ്ണൻ മുമ്പിൽ ആക്ട് ചെയ്താൽ മതി, ഞാൻ പുറകിൽ ഡബ് ചെയ്തോളാം. എന്ത്? അണ്ണൻ മുമ്പിൽ ഊതന പോലെ കാണിച്ചാൽ മതി, ഞാൻ പുറകിൽ സൗണ്ട് ഉണ്ടാക്കാം. സഹോദര, വിരോധമില്ലെങ്കിൽ ഒന്നിങ്ങോട്ട് ഊതിയാട്ടെ. ഊതുന്നേ. അടിപൊളി. നമ്പർ കൊള്ളായിരുന്നു, പക്ഷെ ബാക്കിലിരിക്കുന്ന സഹോദരന്റെ ടൈമിങ് തെറ്റിപ്പോയി. ധനതാണത് പുള്ളിമാനുണ്ടായതാണോ? വിരോധമില്ലെങ്കിൽ ഒന്നോടെ ഒതുക്കേ, മാമൻ കേക്കട്ടെ. സോറി സാറേ, ഇവന്റെ മരിച്ചുപോയ അമ്മമ്മ സീരിയസ് ആയിട്ട് കിടക്കാണ്. എന്താ? അല്ല, സീരിയസ് ആയിട്ട് കിടന്ന അമ്മമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ അതിന്റെ ടെൻഷനിൽ 2 അടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ബോഡി കൊണ്ടുപോകാനായിട്ട്. സാറേ ദൈവത്ത് ഓർത്തിട്ട് ഞങ്ങൾ ഉപദ്രവിക്കരുത് സാറേ, പ്ലീസ് സാറേ. ഒരു കാര്യം ചെയ്യ്, പൊക്കോ പൊക്കോ. താങ്ക് യു സാർ. അത് ശരി, വിരല് പൊക്കി തെറി കാണിക്കുന്നോടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്നോടല്ല. ഗുഡ് നൈറ്റ് ഏഞ്ചൽ. ഗുഡ് നൈറ്റ്. കിട്ടിയൊന്നും പോരാ. എലിപ്പനിയാ? ആർക്ക്? എലിപ്പനി നിന്റെ അപ്പൂപ്പന്. എടാ ടെലിപ്പതിടാ. ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞത് അവളുടെ ഗുഡ് നൈറ്റ്. കണ്ടോടാ ചിത്ര സന്ദേശം. അണ്ണത് കുരിശാണ്ടാ. അണ്ണന് കിട്ടിയൊന്നും പോരെ. അണ്ണാ കഷ്ടകാലക്ക് സമയമേ കോണകവാൽ ബി പാമ്പ് ഹോത്താ ഹേ. നിർത്തണ പാമ്പാട്ടി, നിന്റെ ആ വിരലെടുത്തിട്ട് മൂട്ടി തിരിക്കട്ടെ, അപ്പുറത്തെ കാര്യം പോയിരിക്കടാ. പോണേല്ലേ പൊന്നോ. ഒരു ഫോട്ടോ വന്നപ്പോ കളർ പറയണ്ട. കിടന്ന ഓർമ്മ. അഞ്ജലി, ഐ ലവ് യു. എന്റെ ആദിത്തുമ്മ, നിന്റെ മനോഹരമായ വലത്തെ കണ്ണിൽ. ഇതാരാണ് ഉമ്മ വെക്കണം നോക്കിക്കണത്? ഇവ അതൂരിനെ ഇവിടെ കണ്ടല്ല. പൊതുവാൾ മാഷ. അപ്പോ അഞ്ജലി. അയ്യോ അയ്യോ അതെടാ ഭ്രാന്തായിടാ. കണ്ണും തുറന്ന് നോക്കടാ. മുതുക്കന്റെ മുഖത്താണ് ഇത്ര മുമ്പ് ചെളിച്ചത്. സോറി, ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ. യു കണ്ടിന്യൂ. എടാ എന്റെപ്പാ, ഇപ്പൊ ഞാൻ എന്ത് സഹിക്കും? എന്റെ കൂടെ ദൈവം എനിക്കിപ്പോ മനസ്സിലായി. ദൈവത്തിന്റെ ഫോട്ടോ ഏതാണ് കണ്ണട വെച്ച ദൈവം? പുണ്യാളോ? എടാ പൊട്ടങ്ങടാപ്പാ, ഈ കണ്ണട വെച്ച കാലടാ പൊതുവാൾ മാഷ്. ആ പൊതുവാൾ മാഷിന്റെ ബോളടാ എന്റെ അഞ്ജലി. ഇയാള് കോടീശ്വരനാണോ? അല്ല, സാധാരണ കെട്ടാമോണ പെണ്ണിന്റെ ഒപ്പം കോടീശ്വരനാകുമ്പോൾ എല്ലാവരും കിടന്ന് തുളിച്ചാൽ കോടീശ്വരനാ ഇയാള്. തൊലിയാർ മണിയൻ, തുക്കണാച്ചി, ഓന്തുളുക്കി, ഒടകൊല്ലി എന്റെ ജീവിതം നശിപ്പിച്ചവൻ. എടക്കണാപ്പാ, അടുത്തിടെ പരിചയപ്പെട്ട ഒരാളോട് തോന്നുന്ന ഇഷ്ടമല്ല എനിക്ക് അഞ്ജലിയോട് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ കളിയാക്കിയില്ലടാ. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നടാ. ഇന്നും ഇന്നലെ നല്ലടാ ഞാൻ അവളെ പരിചയപ്പെട്ടത്. എന്റെ അഞ്ജലി ഒന്നും പറയണ്ട. പിന്നെ എപ്പോഴാ പരിചയപ്പെട്ടത്? ഒരു മിനിറ്റ്, ഒന്ന് ശ്വാസം വിട്ടോട്ടെട്ടാ.